കണ്ണൂരിൽ നാടകീയമായി പോലീസ് പിടികൂടിയ അർജുൻ ആയങ്കിയെ ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. കൂത്തുപറമ്പ് ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബി യദുകൃഷ്ണന്റെ വസതിയിലാണ് അർജുൻ ആയങ്കിയെ ഹാജരാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. സൈബർ കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കി റിമാൻഡിൽ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് വെളുപ്പിനെയോടുകൂടിയാണ് അർജുൻ ആയങ്കി പിടിയിലാകുകയും പിന്നീട് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാകുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ അർജുൻ ആയങ്കി റിമാൻഡിൽ ആയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളെ അടക്കം പിടികൂടിയിരുന്നു. ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ്. നിഖിൽ അളവൂർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, എന്താണിപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഏതായാലും 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഊന്നുകൽ പോലീസ് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഏതായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി എന്ന കേസ്. ആ കേസിലാണ് 14 ദിവസത്തേക്ക് ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരി സബ് ജയിലിലേക്കാണ് അർജുൻ ആയങ്കിയെ മാറ്റുക എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഊന്നുകൽ പോലീസിന് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി വീണ്ടും പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അത് നാളെ ആയിരിക്കും അത്തരം നടപടികളിലേക്ക് പോവുക. ഇനി ഏതായാലും ഇന്നിപ്പോൾ തലശ്ശേരി സബ് ജയിലിലേക്കാണ് അർജുൻ ആയങ്കിയെ മാറ്റുന്നത്. അത് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്. കോടതിയിൽ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകിയില്ല അർജുൻ ആയങ്കിയുടെ അഭിഭാഷകൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായാലും